ഗൈസ്, അപ്പോൾ നമ്മൾ ഇനി 1 മാസത്തേക്ക് വീഡിയോ എടുത്തില്ല. കാരണം ഞാൻ കൊല്ലത്താ താമസിക്കുന്ന, നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും. അറിയത്തില്ലയോ? വല്ലപ്പോഴും ലൈവിൽ കയറണം. അപ്പം ഇനി 1 മാസത്തേക്ക് വീഡിയോ എടുത്തില്ല. കാരണം 25-ാം തീയതി കൊല്ലത്തേക്ക് കൊല്ലങ്കാലം മുൾമുനയിൽ നിർത്താനായിട്ട് അവന്റെ നാട്ടിൽ വീർപ്പിച്ചത് പോരാതെ അവൻ ഇനി കൊല്ലത്തിലോട്ട് എന്തിനാ കെട്ടിയെടുക്കുന്നേ? അപ്പൊ എന്തായാലും ആവട്ടെ. വെൽക്കം ബാക്ക്. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറയുമ്പോൾ ഇൻസ്റ്റാഗ്രാമിലെ കുറെ എണ്ണത്തിനെ നിരത്തി നമ്മൾ ഇന്ന് റോസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. എന്തൊക്കെ ജീവികൾ ലോകത്ത് വംശനാശം സംഭവിച്ചു പോകുന്നു, പക്ഷേ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെയുള്ള കുറെ എണ്ണത്തിന് മാത്രം ഒരു കുഴപ്പമില്ലാതെ ഇപ്പോഴും ഉണ്ട്. ഇതിനെയൊക്കെ കമ്പിപ്പാര കൊണ്ട് അടിച്ചു വന്നു കഴിഞ്ഞാൽ രണ്ടാമതും ജീവിച്ചു വരുന്ന ടൈപ്പുകളായി ഇൻസ്റ്റാഗ്രാമിൽ റീൽസും ചെയ്തുകൊണ്ട് നടക്കുന്നതുമായി. എല്ലാവരെയും കുറിച്ചല്ല ഞാൻ പറയുന്നത്, ഓവർ ക്യൂട്ട്നെസ് ഇട്ട് മെഴുകി അങ്ങ് റീൽസ് എടുക്കുന്ന കുറെ എണ്ണം ഉണ്ടല്ലോ, അതിനെയൊക്കെ കുറിച്ച്. അപ്പൊ അതിനെ എല്ലാത്തിനും ഓടിച്ചെടുക്കാം. പിന്നെ ആദ്യം തന്നെ ഒരു കാര്യം പറയാം, എന്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ കുറെ പേര് വന്ന് ഇൻസ്റ്റയിലൊക്കെ വന്ന് വിഷ് അറിയിച്ചപ്പം എല്ലാവർക്കും വളരെ നന്ദി. അപ്പം ഇന്ന് വിഷ് അറിയിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തങ്ങ് വിഷ് അറിയിച്ചാൽ മതി. അപ്പം വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യത്തെ വിവരം കെട്ടവൻ ആരാണ്? ഇവനൊക്കെ മനുഷ്യനാണോ? മനുഷ്യൻ നോക്കിക്കോണേ. അതൊന്ന് ക്യൂട്ട്നെസ് ഒക്കെ ആരി അങ്ങ് എറിയുക. എങ്ങനെ സാധിക്കുന്നത്? സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ കാണിക്കണമെങ്കിൽ കാണ്ടാമൃഗത്തിനെ വലിയ തൊലിക്കട്ടി തന്നെ വേണം. എന്തുവാടെ ഇത്? എന്തായാലും മോന് നല്ല ഫ്യൂച്ചർ ഉണ്ട്, കാണുമ്പോ അറിയാം. ഓക്കെ, രണ്ടാമത്തെ വാ പണ്ടത്തെ ദാസേട്ടൻ കോഴിക്കോട് പാലാസജി. വാ നാല് ലിഫ്റ്റിക്ക് എടുത്ത് ചുണ്ടിലോട്ടിട്ട് കുറച്ച് ഫിൽറ്ററും കൂടി ഇട്ടിട്ട് ഇങ്ങനെല്ലായിരുന്നു പറ്റില്ല. അങ്ങനെ ഇസ്മയിലിക്ക എനിക്കറിയാം പുള്ളിക്കാരൻ. ഞാൻ പണ്ടൊക്കെ ഈ അങ്ങാരുടെ റീൽസ് ഒക്കെ കണ്ട് കുറെ കമന്റ് ബോക്സിൽ പോയി തെറി വിളിച്ചിട്ടുള്ള. ഈ പുള്ളിക്കാരന് റിയാച്ചൊക്കെ ഒരേ ആൾക്കാരാ. ഓക്കെ, അപ്പൊ 25-ാം തീയതി കൊല്ലത്തേക്ക് വരുന്നുണ്ട്. 25-ാം തീയതി കൊല്ലങ്കാലം മുൾമുനയിൽ നിർത്താനായിട്ട്. അപ്പൊ നമുക്ക് കൊല്ലത്ത് വെച്ച് കാണാം. ഉടനെ തന്നെ 25-ാം തീയതി എല്ലാവരെയും കാണാനായിട്ട് വരുന്നുണ്ട്. ഓക്കെ, ബൈ. നിന്നെ ഒന്നും കൊല്ലത്തിന്റെ ബോർഡറിൽ കയറ്റത്തില്ല. ഇവിടുത്തെ പിള്ളേരുവത്തോടെ ക്യൂ ആയിരിക്കും. ഞാൻ കാണും എന്റെ ഫ്രണ്ടിൽ നേതൃത്വം നൽകാൻ. നീ വന്നു കഴിഞ്ഞാൽ നിന്നെ എറിഞ്ഞോടിക്കും. ഞാനായിരിക്കും ആദ്യത്തെ കല്ലെറിയുന്നത്. ഇപ്പൊ ഇൻസ്റ്റാഗ്രാമൊക്കെ അതം പതിച്ചു പോയി ഗൈസ്. ഇപ്പൊ പഴയത് കൂട്ട് കഴിവുള്ളവർക്കൊന്നും ഒരു റോളും ഇല്ല. ഇപ്പൊ ഇത് കൂട്ട് വിവരമില്ലാത്തവനും കിളി പറഞ്ഞവനും വട്ടായവനും ഒക്കെയാ ഇൻസ്റ്റാഗ്രാമിൽ റോള്. ഇതിന്റെ ഇട എന്റെ മുമ്പിൽ പെട്ടൊരു അക്കൗണ്ട് ആട്ടോ ഇത് അത്യാവശ്യം കൊള്ളാം. എല്ലാരും പോയി ഈ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്തേരെ, കൊള്ളാം. ഓക്കെ, അടുത്ത കമ്പി എണ്ണന്മാര് വന്നു. ഇന്ന് ചന്തയും കൊണ്ടാണോ പരീക്ഷണം നടത്തുന്നത്? എടാടാ സൂക്ഷിച്ച് ഒരു ഇഞ്ചെങ്ങാനും മാറിക്കഴിഞ്ഞ. സത്യം പറഞ്ഞ ഇവന്റെ ചന്തിയൊക്കെ എന്ത് ഇരുമ്പും കൊണ്ടാണോ ഉണ്ടാക്കിയേക്കുന്നത്? എന്തോ ഒരു കമ്പി കുത്തിക്കയറ്റിയാൽ പോലും ഇവന്മാരൊന്നും അറിയത്തില്ലല്ലോ. അല്ല, പക്ഷെ റീച്ചിന് വേണ്ടി സ്വന്തം ചന്തിയിലൊക്കെ കമ്പി കുത്തിയിറക്കാൻ സമ്മതിക്കും. ഇത് എന്തോ ഇത് സെന്റിമെന്റൽ ആൻഡ് സൈക്കോളജിക്കൽ മൂവ്. ഇതിനാണ് അൺലിമിറ്റഡ് കഴിവെന്നൊക്കെ പറയുന്നത്. എന്റെ പൊന്നെ, ഇതൊക്കെയാണ് കഴിവ്. ഓക്കെ, നെക്സ്റ്റ്. അവൻ നാപ്റ്റോളിൽ നിന്ന് ഒരു കണ്ണാടിയും മേടിച്ചുകൊണ്ട് രാവിലെ ഇറങ്ങി വെക്കുക. ഹലോ ഗൈസ് ഇറങ്ങി പോടാ ഇറക്ക. ട്രെൻഡുകൾ എപ്പോഴും മാറിക്കൊണ്ടേ ഇരിക്കും, പക്ഷെ അലിൻ ജോസിന്റെ ബുദ്ധി മാത്രം മാറുന്നല്ലോ. ബാക്കി കേൾക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഫോഗ് ബോഡി സ്പ്രേ ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഒന്ന് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള സ്പ്രേ നിങ്ങൾക്ക് സ്വപ്നത്തിൽ മാത്രമാണ്. ബോഡി സ്പ്രേ ചെയ്യൂ. സത്യം പറഞ്ഞാൽ അലിൻ ജോസ് അണ്ണനെ ഞങ്ങളെ ചിരിപ്പിക്കാൻ വേണ്ടി ഇങ്ങനത്തെ വിവരക്കേടും കോമഡിത്തരം ഒന്നും കാണിക്കേണ്ട ആവശ്യമില്ല. ചേട്ടാ യഥാർത്ഥത്തിൽ ഒന്ന് അഭിനയിച്ചു കഴിഞ്ഞാലേ ഞങ്ങൾക്ക് ചിരി വരും. നിങ്ങൾ ഇനി പറയുന്ന ശ്രദ്ധയോടെ കേട്ടോണം. നമുക്ക് എല്ലാവർക്കും അലിൻ ജോസിന്റെ ബുദ്ധിക്ക് വല്ല മാറ്റം സംഭവിക്കാൻ വേണ്ടി ഒരു നിമിഷം കണ്ണടച്ച് പ്രാർത്ഥിക്കാം. പൈസ ഉള്ളവരൊക്കെ ഈ നമ്പറിൽ വന്ന് ഗൂഗിൾ പേ ചെയ്ത് തരും. നമുക്ക് നാളെ തന്നെ അലിൻ ജോസ് അണ്ണന്റെ ബ്രെയിൻ മാറ്റി വെക്കൽ ശസ്ത്രക്രിയ നടത്താം. അതേ പറയാൻ പറ്റി, വേറെ ഒന്നും പറയാൻ ഒക്കത്തില്ല.
എല്ലാ മാളുകളിലും അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഫോഗ് സ്പ്രേ മറക്കരുത്, ഫോഗ് ബോഡി സ്പ്രേ. എടാ നീ പരസ്യം ഇട്ടെ ഒറ്റ പേരിൽ തന്നെ ഈ ഫോഗ് കച്ചവടക്കാർ ഈ ഫോഗ് കച്ചവടം നിർത്തിയിട്ട് വേറെ അതുകൊണ്ട് പണിക്കുവാന്നാ കേട്ടെ. ഞാൻ ബിഗ് ബോസിൽ പോയി, ഫ്ലൈറ്റ് കേറി എത്തി, അവളെ പിരിച്ചുവിട്ടു, ബിഗ് ബോസിൽ നിന്ന് പിരിച്ചുവിട്ടു. വ്ളോഗേഴ്സിന്റെ കുറെ കണ്ട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഞാനിപ്പോ ഈ വീട്ടിൽ ഇരിക്കുവാണ്, ഞാൻ എങ്ങനെയാണ് കേറിപ്പോയത്? എന്റെ പൊന്ന് ചേച്ചി ആ ബിഗ് ബോസിൽ പോയി ഇറങ്ങി എന്തെങ്കിലും ചെയ്ത് ഈ ആ ബിഗ് ബോസിൽ പോകുന്നതിന്റെ തലേ ദിവസം ചേച്ചി എടുത്തിട്ടേ ആൾക്കാരെ 100% നല്ല കിടിലുമായിട്ടാ ചേച്ചി പറ്റിച്ച്. ചേച്ചി അവിടെ കിടന്ന് ക്യൂട്ട്നെസ് സിസ്റ്റം മരിക്കുകയോ റീൽസ് ഇടുകയോ എന്തെങ്കിലും ചെയ്തോ ഞങ്ങളെ അതൊന്നും ബാധിക്കത്തില്ല. എന്തായാലും രേണുസുതി ബിഗ് ബോസിൽ പോയത് പിന്നെ വിവരക്കേടിനൊക്കെ കുറച്ച് കുറവുണ്ട് കേട്ടോ ഇൻസ്റ്റാഗ്രാമിൽ, അതുകൊണ്ട് എന്തായാലും കൊള്ളാം. ഓക്കെ നെക്സ്റ്റ്. അയ്യോ ഇത് ആരോ ഇത് ഞങ്ങളുടെ കനാലായിട്ടായിമാരോ ബാക്കിയാണ് വാട്സാപ്പ് അല്ല ഫേസ്ബുക്ക്. എന്റെ പൊന്നെ ഇവന്മാർ ഓവർ ആക്ഷനും ആക്ടിങ്ങും കണ്ടു കഴിഞ്ഞാൽ പിന്നെ മേലെ ആരും ഇൻസ്റ്റാഗ്രാം ഡൗൺലോഡ് ചെയ്യത്തില്ല. ഇൻസ്റ്റാഗ്രാമിന്റെ ഒഫീഷ്യൽ പേജിൽ വന്നേക്കുന്ന ഇവന്മാർ ഇൻസ്റ്റാഗ്രാം ഡൗൺലോഡ് ചെയ്തുകൊണ്ട് മാത്രം ഇൻസ്റ്റാഗ്രാം ബാൻ ചെയ്യാൻ പോവാന്ന. എന്തോ ഉണ്ടെങ്കിലും 2 എണ്ണം ഫോണും എടുത്തോണ്ടെങ്കിൽ ഇറങ്ങിക്കോളും. ഹലോ ഗായ്സ് ഫേസ്ബുക്ക്. ഹലോ ഗായ്സ് വാട്സാപ്പ്. അപ്പൊ നമ്മുടെ അനിയന്റെ കുറെ ദിവസമായിട്ടുള്ള ആഗ്രഹമാണ് ഒരു ഇലക്ട്രിക് സ്കൂട്ടർ വേണമെന്നുള്ളത്. എന്തുവാ അനിയന് സ്കൂട്ടർ വേണോന്നോ? എടേ ഇവൻ എന്റെയൊക്കെ ആ ഒരു പ്രായം കാണത്തുള്ളൂ. ഞാൻ ഈ പ്രായത്തിൽ സൈക്കിളും കൊണ്ടാ ഇവിടൊക്കെ പോന്നെ. അവന് സ്കൂട്ടർ, എനിക്കൊരു സ്കൂട്ടറും കാറും ഒക്കെ എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. എങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യത്തില്ലല്ലോ നിങ്ങളാരും. ഞാൻ എത്ര പറഞ്ഞു 10,000 ഒന്ന് ആക്കി തരാൻ. ഈ വീഡിയോയിലെങ്കിലും എനിക്കൊരു 10K ആക്കി തരുമോ നിങ്ങള്? അടുത്ത ആറട്ടെണ്ണ നിങ്ങൾ ചെല്ലം ചാടി എടുക്കുന്ന പുൽച്ചാടി എന്ന് കേട്ടിട്ടുണ്ട്. ഇത് ചെല്ലം ചാടി എടുക്കുന്ന ആറാട്ടെണ്ണന്. എന്തൊക്കെ മാറ്റം സംഭവിച്ചാലും ആറട്ടെണ്ണന് മാത്രം ഒരു മാറ്റവും ഇല്ല കേട്ടോ. ഇപ്പോഴും ഇതുകൂട്ടത്തെ മണ്ടത്തരവും കാണിച്ചോണ്ടങ്ങ് നടക്കുക. കൊള്ളാൻ വെച്ചാൽ ഇൻസ്റ്റാഗ്രാം ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കട്ടെ, നമുക്ക് എന്നാലേ റീച്ചും കിട്ടത്തുള്ളൂ, കണ്ടന്റും കിട്ടത്തുള്ളൂ. ഇൻസ്റ്റാഗ്രാം ഉള്ളിടത്തോളം കാലം നമുക്ക് കണ്ടന്റിന്റെ ഒരു ക്ഷാമവും വരത്തില്ല. അതുപോലെ തന്നെ ഇപ്പൊ ബിഗ് ബോസും വന്നിട്ടുണ്ട്. പിന്നെ എന്തോ വേണം, ഇനി 100 ദിവസത്തേക്ക് അൺലിമിറ്റഡ് കണ്ടന്റ്. അപ്പൊ എന്തായാലും ലൈക്ക് ചെയ്താലും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലും എനേബിൾ ചെയ്ത് വെച്ചാൽ 10K സബ്സ്ക്രൈബേഴ്സ് ആക്കി വെക്കണം. അപ്പം അടുത്ത വീഡിയോ കാണാം. എല്ലാവർക്കും ബൈ.